അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക്കാണ് ഡയബറ്റീസ്. ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രമേഹമാണ്. പ്രമേഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്ന കണ്ടീഷനെയാണ് നമ്മൾ പ്രമേഹം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബ്ലഡിലുള്ള പഞ്ചസാരയുടെ അളവ് നോർമലിനേക്കാളും കൂടുന്ന ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഡയബറ്റീസ് അല്ലെങ്കിൽ പ്രമേഹം എന്ന് പറയുന്നത്. നമ്മുടെ ബ്ലഡിലെ നോർമൽ ഗ്ലൂക്കോസ് ലെവൽ എത്രയാണ്? നമ്മളൊരു 100 ml ബ്ലഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 70 to 100 mg ഗ്ലൂക്കോസേ പാടുള്ളൂ. ഇനി അതിനേക്കാളും കൂടിക്കഴിഞ്ഞാൽ 100 mg കൂടിക്കഴിഞ്ഞാൽ നമ്മൾ പറയുന്നതാണ് ഡയബറ്റീസ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഡയബറ്റീസ്. ദി നോർമൽ ലെവൽ ഓഫ് ഗ്ലൂക്കോസ് ഇൻ 100 ml ഓഫ് ബ്ലഡ് ഈസ് 70 to 100 mg. നമ്മുടെ ബ്ലഡിലുള്ള, അതായത് ഒരു 100 ml ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നോർമലി എത്ര അളവാണ് ഗ്ലൂക്കോസ് വേണ്ടത്? 70 to 100 mg ആണ് വേണ്ടത്. ഡയബറ്റീസ് ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ റൈസസ് ഹൈലി. ഡയബറ്റീസ് അല്ലെങ്കിൽ പ്രമേഹം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് ലെവൽ നന്നായിട്ട് കൂടുന്ന കണ്ടീഷനെയാണ് നമ്മൾ ഡയബറ്റീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ എനർജി അല്ലേ, ആ എനർജി കുറേ ഉണ്ടാവുന്നത് നല്ലതല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കും. അപ്പോൾ ആ എനർജി, ആ ഒരു ഗ്ലൂക്കോസ് ബ്ലഡിലാണെങ്കിലും സെൽസിൻ്റെ ഉള്ളിലാണെങ്കിലും കുറേ ഉണ്ടാവുന്നത് നല്ലതല്ല. ബ്ലഡിലാണെന്നുണ്ടെങ്കിലും സെൽസിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിലും നോർമൽ ലെവലിലേ ഗ്ലൂക്കോസ് ഉണ്ടാവാൻ പാടുള്ളൂ. ഇനി നമ്മുടെ ബ്ലഡിലുള്ള, എങ്ങനെയാണ് ഇനി ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ ലെവൽ കൂടുന്നത് എന്നാണ് പറയുന്നത്. നമ്മൾ ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് എന്ത് ചെയ്യണം? നമ്മുടെ സെൽസിലേക്ക് കയറണം. സെൽസിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോണിൻ്റെ പേരാണ് ഇൻസുലിൻ. അപ്പം ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് സെൽസിൻ്റെ ഉള്ളിലേക്ക് കയറണം. ഇത് കയറുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് പ്രശ്നം വരും? നമ്മുടെ ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് കൂടും, അതുപോലെ തന്നെ സെൽസിന് ഗ്ലൂക്കോസ് കിട്ടില്ല. മനസ്സിലായോ? നമ്മുടെ ബ്ലഡിൽ ഗ്ലൂക്കോസ് ഉണ്ട്, ഈ ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് സെൽസിൻ്റെ ഉള്ളിലേക്ക് എത്തണം. ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് സെൽസിൻ്റെ ഉള്ളിലേക്ക് എത്തിയില്ല എന്നുണ്ടെങ്കിൽ ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് കൂടും, സെൽസിൻ്റെ ഉള്ളിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയും. ഇങ്ങനെ സെൽസിൻ്റെ ഉള്ളിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ സെൽസിൽ എന്ത് സംഭവിക്കും? സെൽ ഡാമേജ് സംഭവിക്കും. അതുപോലെ തന്നെ ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് കൂടിക്കഴിഞ്ഞാലോ? ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് വെസൽസ്, അതായത് രക്തക്കുഴലൊക്കെ നശിച്ചു പോവും. പിന്നെയോ നമ്മുടെ നേഴ്സ് നശിച്ചു പോവും. നേഴ്സ് എന്ന് പറഞ്ഞാൽ നാഡികളൊക്കെ നശിച്ചു പോവും. പിന്നെയോ ബ്ലഡിൽ ഗ്ലൂക്കോസ് കൂടുതലാണ്. ഗ്ലൂക്കോസ് കൂടുന്ന സമയത്ത് ബ്ലഡിൻ്റെ തിക്നെസ്, കട്ടി കൂടും. ഇങ്ങനെ കട്ടി കൂടിക്കഴിഞ്ഞാൽ അത് ഓർഗൻസിന് നമ്മുടെ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങളെക്കും അത് ഡാമേജ് ആയിട്ട് മാറും. പിന്നെയോ അത് നമ്മുടെ ഐ, ഹാർട്ട്, കിഡ്നി, ബ്രെയിനെയൊക്കെ നശിപ്പിക്കും ബ്ലഡിൽ ഗ്ലൂക്കോസ് കൂടിക്കഴിഞ്ഞാൽ. പിന്നെയോ ഗ്ലൂക്കോസ് കൂടിക്കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ വൂണ്ട് ഹീലിംഗ്, നമുക്കൊരു മുറിവ് പറ്റിക്കഴിഞ്ഞിട്ട് മുറിവ് ഉണങ്ങണം എന്നുണ്ടെങ്കിൽ അത് ഉണങ്ങൂല. എന്തുകൊണ്ടാണ് ഉണങ്ങാത്തത്? മുറിവ് ഉണങ്ങണം എന്നുണ്ടെങ്കിൽ ആ മുറിവിലേക്ക് എന്തെത്തണം? ബ്ലഡ് എത്തണം. ബ്ലഡിലുള്ള പ്ലേറ്റ്ലേറ്റ്സ് അവിടെ വന്നിട്ട് പിന്നെ പ്ലഗ് ചെയ്താൽ മാത്രമേ മുറിവ് ഉണങ്ങുള്ളൂ. അപ്പോൾ നമ്മൾ അതേ പറഞ്ഞു, ഹൈ ഗ്ലൂക്കോസ് ബ്ലഡിലുണ്ടെന്നുണ്ടെങ്കിൽ ബ്ലഡ് വെസൽസ് ഡാമേജ് ആവും എന്ന് പറഞ്ഞു. ബ്ലഡ് വെസൽസ് ഡാമേജ് ആയി കഴിഞ്ഞാൽ മുറിവിലേക്ക് എന്തെത്തൂല? ബ്ലഡ് എത്തൂല. അപ്പം മുറിവിൽ എന്ത് കിട്ടൂല? പ്ലേറ്റ്ലേറ്റ്സ് ഉണ്ടാവില്ല. പ്ലേറ്റ്ലേറ്റ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ മുറിവ് ഉണങ്ങൂല. അപ്പം ഇത്രയും പ്രശ്നങ്ങൾ എന്ത് കാരണം ഉണ്ടാവുന്നുണ്ട്? ഹൈ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കാരണം ഉണ്ടാവുന്നുണ്ട്. നമുക്ക് ഇവിടെ 2 പേരുള്ള കോൺവെർസേഷൻ നോക്കാം. അപ്പം അവർ പറയാണ്, ഡു യു ഡ്രിങ്ക് ഷുഗർ ഫ്രീ ടീ? ഡിഡ് യു ഗെറ്റ് ഡയബറ്റീസ് അറ്റ് സച്ച് ആൻ ഏർലി ഏജ്? നീ പഞ്ചസാര അടങ്ങിയിട്ടുള്ള ചായ കുടിക്കാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. പിന്നെന്താ ചോദിക്കുന്നത്? ഡിഡ് യു ഗെറ്റ് ഡയബറ്റീസ് അറ്റ് സച്ച് ആൻ ഏർലി ഏജ്? എങ്ങനെയാണ് നിനക്ക് ഇത്ര ചെറുപ്പത്തിൽ ഡയബറ്റീസ് അല്ലെങ്കിൽ പ്രമേഹം അല്ലെങ്കിൽ ഷുഗർ വന്നത് എന്നാണ് ചോദിക്കുന്നത്. ഷുഗർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പോൾ ഷുഗർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്ലൂക്കോസ്. നിങ്ങളെ വീട്ടിൽ ഷുഗർ പേഷ്യൻസ് ഉണ്ടോ? ഈ ഗ്ലൂക്കോസ് ആണ് എന്ത്? നമ്മൾ എനർജി ആയിട്ട് നമ്മുടെ ബോഡി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫസ്റ്റിൽ ആ ഒരു ആൾ ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഇത്ര ചെറുപ്പത്തിൽ നിനക്ക് ഷുഗർ വന്നത്? നീ ഷുഗർ അടങ്ങിയിട്ടുള്ള ചായയാണോ കുടിക്കാറ് എന്നാണ് ചോദിക്കുന്നത്. അപ്പം അടുത്ത ആൾ പറയുകയാണ്, ഏജ് ഈസ് നോട്ട് എ ഫാക്ടർ ഫോർ ഡയബറ്റീസ്. ഷുഗർ വരിക അല്ലെങ്കിൽ പ്രമേഹം വരിക അല്ലെങ്കിൽ എന്താ പറയുക, ഗ്ലൂക്കോസ് ബ്ലഡിൽ കൂടുക എന്നുള്ളത് ഏജിന് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല. When I tested my fasting blood sugar level yesterday, it was 170 mg per dl.
ഞാൻ ഇന്നലെ എൻ്റെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, അതായത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എന്ന് പറഞ്ഞാൽ എന്താ, വെറും വയറ്റിലെടുക്കുന്ന ബ്ലഡ് ഷുഗറിനെയാണ് നമ്മൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എന്ന് പറയുന്നത്. ഒന്നും കഴിക്കാതെ പോയിട്ട് എടുക്കുന്ന ബ്ലഡ് ഷുഗറാണ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ. ഇന്നലെ ഞാൻ എൻ്റെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ പരിശോധിച്ചു. അത് 170 mg/dl ആണെന്നാണ് പറയുന്നത്. എത്രയാണ്? 170 mg/dl ആണ് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത്. ഐ ചെക്ക് മൈ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഫ്രീക്വൻ്റ്ലി. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് എൻ്റെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ചെക്ക് ചെയ്യാറുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ പറയുന്നുണ്ട് അവരുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ എത്രയാണ്? 170 mg/dl ആണ്. DL എന്ന് പറഞ്ഞാൽ എന്താ? ഡെസി ലിറ്റർ. അപ്പോൾ അവരുടെ ഗ്ലൂക്കോസ് ലെവൽ കൂടുതലല്ലേ? 170 അല്ലേ? അവരുടെ ഗ്ലൂക്കോസ് ലെവൽ എന്താണ്? കൂടുതലാണ് അല്ലേ? അപ്പോൾ അവർ ഡയബറ്റിക് ആണ് എന്ന് പറയാം. ആർ ഇൻ യു ഫെമിലിയർ വിത്ത് സച്ച് കോൺവെർസേഷൻ? വാട്ട് ഈസ് ഡയബറ്റീസ്? റീഡ് ദി നോട്ട് ഗിവൺ ബിലോ. അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ കോൺവെർസേഷൻ കേട്ടിട്ടുണ്ടോയെന്ന്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഡയബറ്റീസ് എന്നറിയോ? അറിയണമെന്നുണ്ടെങ്കിൽ താഴെയുള്ള നോട്ട് വായിക്കാനാണ് പറയുന്നത്. അത് നമ്മൾ ആദ്യം പറഞ്ഞു അല്ലേ? ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലഡിലുള്ള ഗ്ലൂക്കോസിൻ്റെ അല്ലെങ്കിൽ ഷുഗറിൻ്റെ ലെവൽ കൂടുന്നതിനെയാണ് നമ്മൾ ഡയബറ്റീസ് എന്ന് പറയുക. നോർമൽ ബ്ലഡ് ഷുഗർ എത്രയാണ്? 70 to 100 mg ആണ്. 100 ml 70 to 100 mg ആണ് നോർമൽ ബ്ലഡ് ഷുഗർ ലെവൽ. Having you understand that her fasting blood sugar 170 mg/dl indicate a high blood sugar level. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അവരുടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എത്രയാണ്? 170 mg/dl ആണ്. നമ്മൾ എത്രയാണ് പറഞ്ഞത്? നോർമൽ 70 to 100 ആണ്. പക്ഷേ ആ ഒരാളുടെ ബ്ലഡ് ഷുഗർ എത്രയാണ്? 170 mg/dl ആണ്. അപ്പോൾ അത് ഹൈ അല്ലേ? ഹൈ ആണ് അല്ലേ? വാട്ട് ആർ സിംറ്റംസ് ഓഫ് ഡയബറ്റീസ്? അപ്പോൾ എന്തൊക്കെയാണ് ഡയബറ്റീസിൻ്റെ സിംറ്റംസ് എന്നാണ് ചോദിക്കുന്നത്. എന്തൊക്കെയാണ്? ഹൈ അപ്പറ്റൈറ്റ്. ഹൈ അപ്പറ്റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പറ്റൈറ്റ് എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പറ്റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വിശപ്പ്. അപ്പം ഹൈ അപ്പറ്റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വിശപ്പ് കൂടും. ഫ്രീക്വൻറ്റ് യൂറിനേഷൻ. ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും? മൂത്രം ഒഴിക്കാൻ തോന്നും. ഡിലേ ഇൻ ഹീലിംഗ് ഓഫ് വൂണ്ട് അതായത് മുറിവ് ഉണങ്ങുന്നത് എന്താവും? ഡിലേ ആവും. എക്സ്ട്രീം തേഴ്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാഹം കൂടും. പിന്നെയോ ഫാറ്റിഗ്, നല്ല ക്ഷീണം ഉണ്ടാവും. അടുത്തതാണ് ഹൈ അപ്പറ്റൈറ്റ്. ഹൈ അപ്പറ്റൈറ്റ് വരാൻ കാരണം എന്താണ്? നമ്മുടെ സെൽസിന് എന്ത് കിട്ടുന്നില്ല? ഗ്ലൂക്കോസ് കിട്ടുന്നില്ല. ഉള്ള ഗ്ലൂക്കോസ് മൊത്തം എവിടെയാണുള്ളത്? ബ്ലഡിലാണുള്ളത്. അപ്പോൾ സെൽസിന് ഗ്ലൂക്കോസ് കിട്ടാതെ ആവുമ്പോൾ നമ്മുടെ ബോഡി എന്ത് ഡിറ്റക്റ്റ് ചെയ്യും? ഗ്ലൂക്കോസ് കുറവുണ്ടെന്ന് ഡിറ്റക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ സെൽസൊക്കെ ക്ഷീണിച്ച് നിൽക്കുകയാണ്. അപ്പോൾ സെൽസിൽ ഗ്ലൂക്കോസ് കുറവുണ്ടെന്ന് ഡിറ്റക്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഗ്ലൂക്കോസ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കണം. അപ്പോൾ ബ്രെയിൻ എന്താ ഡിറ്റക്റ്റ് ചെയ്യുക? സെൽസിൽ ഗ്ലൂക്കോസ് കുറവാണ്. അപ്പോൾ വിശപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അയാൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഗ്ലൂക്കോസ് കിട്ടും എന്നാണ് ബ്രെയിന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് കൂടും? വിശപ്പ് കൂടും. വിശപ്പ് കൂടുന്നത് എന്തിനാ? ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട്. ഫുഡ് കഴിച്ചാൽ ഗ്ലൂക്കോസ് കിട്ടും. അപ്പോൾ ഗ്ലൂക്കോസ് കിട്ടും എന്നാണ് ബ്രെയിന് വിചാരിക്കുക. പക്ഷേ ഗ്ലൂക്കോസ് കിട്ടാത്തത് എന്തുകൊണ്ടാണ്? ഡയബറ്റീസ് എന്നുള്ള ആ ഒരു അസുഖം ഉള്ളതുകൊണ്ടാണ് സെൽസിന് ഗ്ലൂക്കോസ് കിട്ടാത്തത്. അടുത്തത് ഫ്രീക്വൻറ്റ് യൂറിനേഷൻ. ഫ്രീക്വൻറ്റ് യൂറിനേഷൻ എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ നമ്മളെ ബ്ലഡിൽ ഗ്ലൂക്കോസ് കൂടുന്ന സമയത്ത് നമ്മളെ കിഡ്നി എന്ത് ചെയ്യും? ഈ ഗ്ലൂക്കോസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് ഗ്ലൂക്കോസിന് ഫിൽട്ടർ ചെയ്യും. ഇങ്ങനെ ഗ്ലൂക്കോസ് കൂടുതലായിട്ട് ഫിൽട്ടർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യും? ഓസ്മോസിസ് വഴി നമ്മുടെ ബോഡിയിലുള്ള വെള്ളം ഈ ഗ്ലൂക്കോസിൻ്റെ കൂടെ പോകും. അങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് യൂറിൻ പുറത്തേക്ക് കളയണമെന്ന് തോന്നും. അടുത്തത് ഡിലേ ഇൻ ഹീലിംഗ് ഓഫ് വൂണ്ട്. അതെങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു. അടുത്തതാണ് ഏത്? എക്സ്ട്രീം തേഴ്സ്റ്റ്. അതായത് തേഴ്സ്റ്റ് കൂടും, ദാഹം കൂടും എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു ഫ്രീക്വൻ്റ് ആയിട്ട് യൂറിനേഷൻ ഉണ്ടാവുന്നു. അപ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് യൂറിനേഷൻ ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ നിന്ന് കുറേ വെള്ളം പുറത്തേക്ക് പോകും. അങ്ങനെ കുറേ വെള്ളം പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കൂടും? ദാഹം കൂടുമല്ലേ? അങ്ങനെയാണ് എക്സ്ട്രീം തേഴ്സ്റ്റ് ഉണ്ടാവുന്നത്. അടുത്തതാണ് ഫാറ്റിഗ് എന്ന് പറഞ്ഞാൽ ക്ഷീണം. എങ്ങനെയാണ് ക്ഷീണം വരുന്നത്? നമ്മൾ ഫസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത്? എങ്ങനെയാണ് ഡയബറ്റീസ് വരുന്നത് എന്ന് പറഞ്ഞു അല്ലേ? ഫസ്റ്റ് എങ്ങനെയാണ് ഡയബറ്റീസ് വരുന്നത്? ഡയബറ്റീസ് വരുന്ന സമയത്ത് ബ്ലഡിൽ ഗ്ലൂക്കോസ് കൂടും, പക്ഷേ സെല്ലിൽ ഗ്ലൂക്കോസ് കയറൂല. അപ്പോൾ ബ്ലഡിൽ ഗ്ലൂക്കോസ് ഉണ്ട്, എവിടെ ഗ്ലൂക്കോസ് ഇല്ല? സെല്ലിൽ ഗ്ലൂക്കോസ് ഇല്ല. സെല്ലിന് ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എനർജിയാണ്. അപ്പം സെല്ലിന് ഗ്ലൂക്കോസ് കിട്ടിയാലേ സെല്ലിൽ എന്തുണ്ടാവുള്ളൂ? എനർജി ഉണ്ടാവുള്ളൂ. അപ്പോൾ സെല്ലിന് ഗ്ലൂക്കോസ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സെല്ലൊക്കെ ക്ഷീണിക്കും. അങ്ങനെയാണ് എന്ത് വരുന്നത്? ഫാറ്റിഗ് വരുന്നത്.
ഇനി അടുത്തതിലേക്ക് പോവാം. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു കൺഫേം ഡയബറ്റീസ് ബൈ ഒബ്സർവിങ് ദീസ് സിംറ്റംസ് അലോൺ. അപ്പം ഈ സിംറ്റംസ് നമ്മൾ നേരത്തെ പറഞ്ഞ ഹൈ അപ്പറ്റൈറ്റ്, ഫ്രീക്വൻറ്റ് യൂറിനേഷൻ, ഡിലേ ഇൻ ഹീലിംഗ് ഓഫ് വൂണ്ട്, എക്സ്ട്രീം തേഴ്സ്റ്റ്, ഫാറ്റിഗ്, ഈ സിംറ്റംസ് മാത്രം വെച്ചിട്ട് നമുക്ക് ഒരാൾ ഡയബറ്റിക് ആണോ അല്ലെങ്കിൽ ഡയബറ്റിക് അല്ലേ എന്നൊന്നും പറയാൻ പറ്റൂല. ഡയബറ്റീസ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് ബൈ ടെസ്റ്റിംഗ് ബ്ലഡ് ആൻഡ് യൂറിൻ. ഇപ്പോൾ ഡയബറ്റീസ് നമുക്ക് എങ്ങനെ ടെസ്റ്റ് ചെയ്യാം? ബ്ലഡും യൂറിനും ടെസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഡയബറ്റീസ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇഫ് ഡയബറ്റീസ് ഈസ് നോട്ട് അണ്ടർ കൺട്രോൾ ഇറ്റ് മേ ലീഡ് ടു സിവിയർ ഹെൽത്ത് ഇഷ്യൂസ് ലൈക്ക് സ്ട്രോക്ക്, കിഡ്നി ഡിസീസ്, പുവർ വിഷൻ എക്സെട്ര. അപ്പം ഡയബറ്റീസ് നമ്മൾ കൺട്രോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതെന്തുണ്ടാക്കും? വളരെ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എങ്ങനത്തൊക്കെയാ? സ്ട്രോക്ക്, അതുപോലെ തന്നെ കിഡ്നി ഡിസീസ്, പിന്നെയോ കാഴ്ച പ്രശ്നം, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. ഇനി ഡയബറ്റീസ് കൺട്രോൾ മെഷേഴ്സ്, എങ്ങനെ നമുക്ക് ഡയബറ്റീസ് എന്നുള്ള ഈ ഒരു അസുഖത്തെ കൺട്രോൾ ചെയ്യാം എന്നാണ് പറയുന്നത്. ഒബ്സർവ് ദി പോസ്റ്റർ റിലേറ്റഡ് ടു ഡയബറ്റീസ്, ഡിസ്കസ് ഹൗ ഡയബറ്റീസ് ക്യാൻ ബി കൺട്രോൾഡ്. ഈ ഒരു പോസ്റ്റർ, ഈ സൈഡിൽ തന്നിട്ടുള്ള ഈ ഒരു പോസ്റ്റർ നിങ്ങളോട് ഒബ്സർവ് ചെയ്യാനാണ് പറയുന്നത്. എന്നിട്ട് എങ്ങനെയാണ് ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാമെന്ന് പറയാം. അപ്പോൾ ഫസ്റ്റ് എന്താ? എക്സസൈസ് ഡയലി, എന്ന് എന്ത് ചെയ്യണം? എക്സസൈസ് ചെയ്യണം. പിന്നെയോ കൺട്രോൾ ഫുഡ് കൺട്രോൾ ചെയ്യണം. അതുപോലെ തന്നെ നോ ബാഡ് ഹാബിറ്റ്സ്, അതായത് ഡ്രഗ്സ് കഴിക്കുക, ഡ്രിങ്ക്സ് കഴിക്കുക, അങ്ങനത്തെ ഇതൊന്നും കഴിക്കരുത്. ബാഡ് ഹാബിറ്റ്സ് ഒക്കെ ഒഴിവാക്കണം. സേ നോ ടു ബാഡ് ഹാബിറ്റ്സ് ലൈക്ക് സ്മോക്കിംഗ്, ആൽക്കഹോളിസം, സബ്സ്റ്റൻസ് യൂസ് എക്സെട്ര. അതായത് പുകവലി, അതുപോലെ തന്നെ വെള്ളടിക്കുക, പിന്നെ അതുപോലെ തന്നെ മയക്കുമരുന്ന് പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അതൊക്കെ നിർത്തിവെക്കണം. അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കുക, പിന്നെ ഫുഡ് കഴിക്കുന്നത് കൺട്രോൾ ചെയ്യുക, നന്നായിട്ട് എക്സസൈസ് ചെയ്യുക, അത്രയും കാര്യങ്ങൾ ചെയ്യണം. ഇനി അടുത്തത് ഇൻസുലിൻ ആൻഡ് ഡയബറ്റീസ്. ഇൻസുലിനും ഡയബറ്റീസും തമ്മിലുള്ള ബന്ധമാണ് പറയുന്നത്. എന്താണ് ഇൻസുലിൻ, അതുപോലെ തന്നെ ഈ ഇൻസുലിനും ഡയബറ്റീസും തമ്മിൽ എന്താണ് ബന്ധമുള്ളത് എന്നാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ദി ലെവൽ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ബോഡി ഈസ് കൺട്രോൾഡ് ബൈ ദി ഹോർമോൺ കോൾഡ് ഇൻസുലിൻ. അപ്പം നമ്മുടെ ശരീരത്തിലുള്ള ഗ്ലൂക്കോസിൻ്റെ ലെവൽ നമുക്ക് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യാൻ പറ്റുക? ഇൻസുലിൻ എന്നുള്ള ഒരു ഹോർമോണിന് വെച്ചിട്ടാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇൻസുലിൻ എന്നുള്ള ഹോർമോണാണ് എന്തിനെ കൺട്രോൾ ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തിലുള്ള ഗ്ലൂക്കോസിൻ്റെ ലെവലിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി പാൻക്രിയാസ്. അപ്പോൾ ഈ ഇൻസുലിൻ എവിടുന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമ്മളെ ശരീരത്തിൽ ഒരു ഗ്ലാൻഡ് ഉണ്ട്. ആ ഗ്ലാൻഡിൻ്റെ പേരാണ് എന്ത്? പാൻക്രിയാസ്. ഈ പാൻക്രിയാസ് എന്നാണ് എന്തുണ്ടാവുന്നത്? ഇൻസുലിൻ ഉണ്ടാവുന്നത്. അപ്പം ഇൻസുലിൻ എവിടുന്നാണ് ഉണ്ടാവുന്നത്? പാൻക്രിയാസ് എന്നാണ് ഇൻസുലിൻ ഉണ്ടാവുന്നത്. അപ്പോൾ ഗ്ലൂക്കോസിനെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോണിൻ്റെ പേരാണ് ഇൻസുലിൻ. ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പാൻക്രിയാസ്. ഗ്ലൂക്കോസിനെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോണിൻ്റെ പേര് ഇൻസുലിൻ. ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പാൻക്രിയാസ് എന്നാണ്. നെക്സ്റ്റ്, 2 സയൻറ്റിസ്റ്റ് നെയ്മഡ് ഫെഡറിക് ബാൻഡിങ് ആൻഡ് ജോൺ മെക്ലോഡ് ഡിസ്കവേർഡ് ദി ഹോർമോൺ ഇൻസുലിൻ ഇൻ 1921. അപ്പം 2 സയൻറ്റിസ്റ്റുകളാണ് ഇത് കണ്ടുപിടിച്ചത്. അവരുടെ പേരാണ് ഏതൊക്കെ? ഫ്രെഡറിക് ബാൻഡിങ് ആൻഡ് ജോൺ മെക്ലോഡ്. ഇവർ രണ്ടുപേരുമാണ് എന്ത് കണ്ടുപിടിച്ചത്? ഇൻസുലിൻ കണ്ടുപിടിച്ചത്. ഏത് വർഷമാണ് കണ്ടുപിടിച്ചത്? 1921 കണ്ടുപിടിച്ചത്. അടുത്തത്, ടൈപ്പ് 1 ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച് ദി ബോഡി ഡസ് നോട്ട് പ്രൊഡ്യൂസ് ഇനഫ് ഇൻസുലിൻ ഡ്യൂ ടു ഡാമേജ് ഓഫ് സെൽസ് വിച്ച് പ്രൊഡ്യൂസ് ഇൻസുലിൻ. അപ്പോൾ മെയിനായിട്ട് 2 ടൈപ്പ് ഡയബറ്റീസ് ആണുള്ളത്. ഏതൊക്കെയാണ്? ടൈപ്പ് 1 ഡയബറ്റീസും ഉണ്ട്, അതുപോലെ തന്നെ ടൈപ്പ് 2 ഡയബറ്റീസും ഉണ്ട്. മെയിനായിട്ട് 2 ടൈപ്പാണ്. അതിലേതൊക്കെയാണ്? ടൈപ്പ് 1 ഡയബറ്റീസും അതുപോലെ തന്നെ ടൈപ്പ് 2 ഡയബറ്റീസും ആണ് ഉള്ളത്. ടൈപ്പ് 1 ഡയബറ്റീസ് പൊതുവേ കണ്ടുവരുന്നത് ആരേലാണ്? കുട്ടികളിൽ കണ്ടുവരുന്നതാണ് ടൈപ്പ് 1 ഡയബറ്റീസ്. അതുകൊണ്ട് തന്നെ ഇതിനെ പറയുന്ന വേറൊരു പേരാണ് എന്ത്? ജുവനൈൽ ഡയബറ്റീസ്. എന്താണ്? ജുവനൈൽ ഡയബറ്റീസ്. ഇനി അടുത്തത് പറയാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ടൈപ്പ് 1 ഡയബറ്റീസ് വരുന്നത് എന്നാണ്. നമ്മുടെ ബോഡി ഇൻ വിച്ച് ബോഡി ഡസ് നോട്ട് പ്രൊഡ്യൂസ് ഇനഫ് ഇൻസുലിൻ ഡ്യൂ ടു ഡാമേജ് ഓഫ് സെൽസ് വിച്ച് പ്രൊഡ്യൂസ് ഇൻസുലിൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു പാൻക്രിയാസ് ആണ് ഇൻസുലിൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ പാൻക്രിയാസിലുള്ള ബീറ്റ സെൽസ് ഓഫ് ഐലൻഡ്സ് ഓഫ് ലാംഗർഹാൻസ് എന്നാണ് എന്തുണ്ടാവുന്നത്? ഇൻസുലിൻ ഉണ്ടാവുന്നത്. പാൻക്രിയാസിലുള്ള ബീറ്റ
സെൽസ് ഓഫ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്നാണ് എന്തുണ്ടാവുന്നത്, ഇൻസുലിൻ ഉണ്ടാവുന്നത്. അപ്പം ഈ ബീറ്റ സെൽസിന് ഡാമേജ് വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവില്ല, ഇൻസുലിൻ ഉണ്ടാവില്ല. ബീറ്റ സെൽസിന് ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഇൻസുലിൻ ഉണ്ടാവില്ല. ഇങ്ങനെ ബീറ്റ സെൽസ് ഡാമേജ് വന്നിട്ട് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാവുന്ന ഡയബറ്റീസ് ആണ് ടൈപ്പ് 1 ഡയബറ്റീസ്. ഇത് പൊതുവേ കാണുന്നത് ആരേലാണ്, ചിൽഡ്രൻ, കുട്ടികളിലാണ് കാണുന്നത്. ബട്ട് type 2 diabetes is a condition in which body is unable to use insulin produced or produces insufficient insulin. ടൈപ്പ് 2 ഡയബറ്റീസ് എന്ത് കാരണം ഉണ്ടാവുന്നത്, അവിടെ ബീറ്റ സെൽസ് ഓഫ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്, അതായത് പാൻക്രിയാറ്റിക് സെൽസ് ഒക്കെ നോർമലാണ്. അതിൽ നിന്ന് എന്തുണ്ടാവുന്നുണ്ട്, ഇൻസുലിൻ ഉണ്ടാവുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മളെ ബോഡിക്ക് കറക്റ്റായിട്ട് ഇൻസുലിൻ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ എന്താണ്, പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസുലിന് വളരെ കുറവാണ്. അപ്പം 2 കാരണമാണ് ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ടാകുന്നത്. ഒന്ന്, നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻസുലിൻ ഉണ്ടാവുന്നുണ്ട്, പക്ഷെ നമ്മളെ ബോഡിക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഉണ്ടാവുന്ന ഇൻസുലിൻ എന്താണ്, ഇൻസഫിഷ്യൻ്റ് ആണ്, വളരെ കുറഞ്ഞ ഇൻസുലിനേ ഉണ്ടാവുന്നുള്ളൂ. പക്ഷെ അവിടെ എന്തുണ്ട്, ബീറ്റ സെൽസ് ഓഫ്, അതായത് പാൻക്രിയാസ് എന്താണ്, പാൻക്രിയാസിലുള്ള സെൽസിന് ഡാമേജ് ഒന്നുമില്ല. പാൻക്രിയാസിലുള്ള സെൽസ് നല്ല സെൽസാണ്, ഒരു ഡാമേജും ഇല്ലാത്ത സെൽസാണ്. അതുകൊണ്ട് തന്നെ അതിന് ഇൻസുലിൻ ഉണ്ടാവുന്നുണ്ട്, പക്ഷേ ആ ഇൻസുലിൻ ആർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മളെ ബോഡിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ആ പാൻക്രിയാസിൽ നിന്നുണ്ടാകുന്ന ഇൻസുലിൻ്റെ അളവ് വളരെ കുറവാണ്. അടുത്തത് ടൈപ്പ് 2 ഡയബറ്റീസ് ഈസ് കോമൺ വൺ. ഇതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് ഏതാണ്, ടൈപ്പ് 2 ഡയബറ്റീസ് ആണ്. ലൈഫ് ലോങ് ഇൻസുലിൻ ഇഞ്ചക്ഷൻ ഈസ് റിക്വയർഡ് ഫോർ ടൈപ്പ് 1 ഡയബറ്റീസ്. അപ്പോൾ ടൈപ്പ് 1 ഡയബറ്റീസ് ട്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, ലൈഫ് ലോങ് ആയിട്ട് എന്ത് വേണം, ഇൻസുലിൻ്റെ ഇഞ്ചക്ഷൻ കൊടുക്കണം. കാരണം എന്താണ്, അവിടെ ഇൻസുലിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ട്. കാരണം അവിടെ ബീറ്റ സെൽസ് ഡാമേജ് ആണ്, അല്ലെ ബീറ്റ സെൽസ് പ്രശ്നമുണ്ട്, ഡാമേജ് ആയതുകൊണ്ടാണ് ഇൻസുലിൻ ഉണ്ടാവാത്തത്. ഇൻസുലിൻ ഉണ്ടാവാത്ത ഡയബറ്റീസിനെയാണ് നമ്മൾ ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസുലിൻ്റെ കുറവാണ് അവിടെ മെയിനായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ എന്ത് കൊടുക്കണം, ഇൻസുലിന് കൊടുക്കണം, ലൈഫ് ലോങ് ആയിട്ട് ഇൻസുലിൻ കൊടുക്കണം. ഇനി ടൈപ്പ് 2 ഡയബറ്റീസ് ആണെങ്കിൽ എന്താ കൊടുക്കേണ്ടേ, നമ്മൾ മെഡിക്കേഷൻസ് കൊടുക്കണം. നിങ്ങളെ വീട്ടിൽ ഡയബറ്റീസ് ഷുഗറുള്ള ആൾക്കാർ കഴിക്കുന്ന മെഡിസിൻസൊക്കെ എടുത്ത് നോക്കുക. മെറ്റ്ഫോമിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെഡിസിൻസ് അവർ കഴിക്കുന്നുണ്ടാവും. അതുപോലെ മെഡിസിൻസും കൊടുക്കണം. അതുപോലെ തന്നെ അവരെ ഹെൽത്തി ലൈഫ് സ്റ്റൈല് കൊണ്ടുവരണം. അതായത് ആവശ്യമില്ലാത്ത ഭക്ഷണം വെറുതെ കഴിക്കരുത്. ഒരു മിതമായ രീതിയിൽ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം മാത്രം കഴിച്ചിട്ട് ഫാസ്റ്റ് ഫുഡൊക്കെ ഒഴിവാക്കി അങ്ങനെ കൺട്രോൾ ചെയ്ത് വരണം. മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഇൻസുലിൻ്റെയും ഡയബറ്റീസിൻ്റെയും കാര്യം നമ്മൾ എന്തൊക്കെയാണ് പറയേണ്ടത്, ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്ന, പാൻക്രിയാസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗ്രന്ഥി ഉണ്ടാക്കുന്ന ഹോർമോണാണെന്ന് ഫസ്റ്റ് പറയാം. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് പോയിന്റ് എന്ത് പറയുക, ഇൻസുലിന് ഗ്ലൂക്കോസിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം പറയാം. അടുത്ത പോയിന്റ്, മൂന്നാമത്തെ പോയിന്റ് എന്ത് പറയുക, 2 ടൈപ്പ് ഇൻസുലിൻ ഉണ്ട്, ടൈപ്പ് 1 ഉണ്ട്, ടൈപ്പ് 2 ഉണ്ട്. ടൈപ്പ് 1 പറയുന്ന പേരാണ് ജുവനൈൽ ഇൻസുലിൻ. ടൈപ്പ് 2 ആണെന്നുണ്ടെങ്കിൽ പിന്നെ ടൈപ്പ് 2 ഉണ്ട്. ടൈപ്പ് 1 ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ടൈപ്പ് 1ൻ്റെ കാരണം പാൻക്രിയാറ്റിക് സെല്ല് ഡാമേജ് ആയത് കാരണം ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യൂല. ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ബോഡിയിലുള്ള ഗ്ലൂക്കോസിൻ്റെ ലെവൽ കൂടും. അങ്ങനെ നമുക്ക് ടൈപ്പ് 1 ഡയബറ്റീസ് മെലിറ്റസ് ഉണ്ടാകും. ഇനി അടുത്തത് ടൈപ്പ് 2 ആണ്. ടൈപ്പ് 2 എന്ന് പറഞ്ഞാൽ എന്ത് കാരണമാണ്, നമ്മൾ ബീറ്റ സെൽസ് നോർമലാണ്, ഡാമേജ് ഒന്നുമില്ല, ഇൻസുലിനും ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഉണ്ടാവുന്ന ഇൻസുലിന് ഉപയോഗിക്കാൻ നമ്മളെ ബോഡിക്ക് കഴിയുന്നില്ല, അല്ലെങ്കിൽ കുറച്ച് ഇൻസുലിനേ ഉണ്ടാവുന്നുള്ളൂ. ഇത് 2 കാരണമാണ് ടൈപ്പ് 2 ഡയബറ്റീസ് മെലിറ്റസ് ഉണ്ടാവുന്നത്. ഇത് നമുക്ക് ഇനി ടൈപ്പ് 1 നമുക്ക് ട്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ടൈപ്പ് 1 മാനേജ് ചെയ്യണം അല്ലെങ്കിൽ ചികിത്സിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം, ഇൻസുലിന് കൊടുക്കണം. ടൈപ്പ് 2 നമുക്ക് ട്രീറ്റ് ചെയ്യണം അല്ലെങ്കിൽ ചികിത്സിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം, മരുന്ന് കൊടുക്കണം, മെഡിക്കേഷൻ കൊടുക്കണം. അതുപോലെ തന്നെ അവരുടെ ഭക്ഷണം നിയന്ത്രിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇൻസുലിൻ ആൻഡ് ഡയബറ്റീസ് എന്നുള്ള ആ ഒരു ഭാഗത്ത് പറഞ്ഞത്. അടുത്തത് ബ്ലഡ് പ്രഷറാണ്. ബ്ലഡ് പ്രഷർ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം.